ഹായ് ഫ്രണ്ട്സ്, അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഏലകൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ന്യൂ ജനറേഷൻ കെമിക്കൽസ് അല്ലെങ്കിൽ മൂന്നാം തലമുറയിൽപ്പെട്ട മരുന്നുകൾ ഏതാണ്, ഇതൊക്കെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മൂന്നാം തലമുറയിൽപ്പെട്ട മരുന്നുകൾ ഏതാണ്, അതിൻ്റെ കെമിക്കലുകൾ ഏതാണ്, അതിൻ്റെ ഡോസേജ് ഏതാണൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ പലരും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മളിതൊന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഓർമ്മയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ആർക്കും സംശയം കൂടാതെ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ഇതിൻ്റെ ഒരു ഡോസേജുകളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ക്ലോറൻട്രാ നീലിപ്പോൾ എന്ന് പറഞ്ഞ കെമിക്കലാണ്. ക്ലോറൻട്രാ നീലിപ്പോൾ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ കഴിയില്ല. എന്നാൽ കൊറാജൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ ഈ കൊറാജൻ്റെ കണ്ടൻറ്റാണ് ക്ലോറൻട്രാ നീലിപ്പോൾ. 18.5% ആണ് വരുന്നത്. SC ഫോർമുലേഷനാണ്. ഇത് കൂടാതെ 35% WG ഫോമിൽ വരുന്ന കോർപ്രൈമയുണ്ട്. അതുകൂടാതെ 5.4% പിന്നെ ലാംഡ സൈക്ലോത്രിൻ എന്ന് പറഞ്ഞ കെമിക്കലും ഇവിടെ വരുന്ന ആംബ്ലിഗോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ ലെക്സിഗോൺ അല്ലെങ്കിൽ സെക്കിറ്റോ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട് ഇതിൽ. അത് 20% അസറ്റാമിപ്രൈഡ്, 20% നമുക്ക് ക്ലോറൻട്രാ നീലിപ്പോളുമാണ് വരുന്നത്. അങ്ങനെ 4-5 കോമ്പിനേഷനാണ് ഈ കെമിക്കലിൽ ഇറങ്ങുന്നത്. ഇതിൽ 18% SC ഫോർമുലേഷന് വരുന്നതിന് 30 മില്ലി ഡോസേജ് 200 ലിറ്ററിന്, 35% WG ഫോമിൽ വരുന്ന കോർപ്രൈമ പോലുള്ള കോമ്പിനേഷന് 12 to 17 ഗ്രാമാണ് 200 ലിറ്ററിൻ്റെ അതിൻ്റെ ഡോസേജ്. സെക്കിറ്റോ അല്ലെങ്കിൽ ലെക്സിഗോൺ പോലെ വരുന്നത് അസറ്റാമിപ്രൈഡ് 20%, ക്ലോറൻട്രാ നീലിപ്പോൾ 20% വരുന്ന കോമ്പിനേഷൻ 200 ലിറ്ററിന് 30 ഗ്രാമാണ് ഡോസേജ്. പിന്നെ ലാംഡ പ്ലസ് ക്ലോറൻട്രാ നീലിപ്പോൾ എന്ന് പറഞ്ഞ കെമിക്കൽ വരുന്നത് 90 മില്ലി വരെ നമുക്ക് 200 ലിറ്ററിന് ഉപയോഗിക്കാം. അതിൽ ക്ലോറൻട്രാ നീലിപ്പോളിൻ്റെ പെർസെൻറ്റേജ് അല്പം കുറവാണ്, അതുകൊണ്ട് 90 മില്ലി വരെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡോസേജ് വരുന്നത്. പിന്നെ ഈ ക്ലോറൻട്രാ നീലിപ്പോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ട്രയാങ്കിൾ മരുന്നാണ്. നല്ലൊരു ലാർവിസൈഡാണ്. ഇത് നമുക്ക് വേനൽക്കാലങ്ങളിൽ ഏലച്ചെടിയിൽ കണ്ടുവരുന്ന ഷോർട്ട് ഫ്ലൈ എന്ന് പറയുന്ന രോഗം, ചെടിക്കുള്ളിൽ നിന്ന് പുഴു ഉണ്ടായി വിരിഞ്ഞ് പുറത്തോട്ട് അതിൻ്റെ കൂമ്പ് നിന്ന് പുറത്തോട്ട് വരുന്നൊരു രോഗമുണ്ട്. ആ രോഗത്തിന് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷനാണ് ക്ലോറൻട്രാ നീലിപ്പോൾ. അപ്പം പല കമ്പനികളും പല റേറ്റിലാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഇപ്പോൾ തീരെ വില കുറഞ്ഞൊരു കെമിക്കലായിട്ട് വരുന്നുണ്ട്, എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് കമ്പനികളോ നമുക്ക് നോക്കി ഉപയോഗിക്കുക. അത്യാവശ്യം നല്ലൊരു കമ്പനി നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ക്ലോറൻട്രാ നീലിപ്പോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂട് കൂടുതലുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്നത്. തണുപ്പുള്ള സമയങ്ങളിൽ റിസൾട്ട് പൊതുവെ കുറവുള്ളൊരു കെമിക്കൽ കോമ്പിനേഷനാണ് ക്ലോറൻട്രാ നീലിപ്പോൾ. അതുകൊണ്ട് ഏറ്റവും ചൂടുള്ള സമയങ്ങളിൽ നോക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക ക്ലോറൻട്രാ നീലിപ്പോൾ. പിന്നെ നമ്മൾ പറഞ്ഞു ഗ്രീൻ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു, ഡോസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വില നമുക്കൊരു ബാരൽ ഒരു 450 to 500 രൂപ വരെ ബാരൽ കോസ്റ്റ് വരാവുന്നൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ള സക്കിംഗ് പെസ്റ്റുകൾക്കെതിരെ ഒരു റിസൾട്ടും നൽകാത്തൊരു കെമിക്കൽ കോമ്പിനേഷനാണ്. അതുകൊണ്ട് നമ്മൾ സക്കിംഗ് പെസ്റ്റുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ സക്കിംഗ് പെസ്റ്റുകൾക്ക് ഉള്ള മരുന്നുകളും കൂടെ കൂട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൽ ഈ സെക്കിറ്റോ ലെക്സിഗോൺ പോലുള്ളതിൻ്റെ കൂടെ പ്രൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ സക്കിംഗ് പെസ്റ്റുകൾക്കുള്ള മരുന്ന് ആവശ്യമില്ല. അല്ലാത്ത കോമ്പിനേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഇമിഡാക്ലോപ്രൈഡ്, ക്വിനാൽഫോസ്, ഡൈഫെൻത്രോണ്, നമ്മുടെ തൈമത്താക്സം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സക്കിംഗ് പെസ്റ്റുകൾക്കുള്ള മരുന്നുകൾ കൂട്ടി ഉപയോഗിക്കുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറയുന്നത് സൈലൻട്രോ നീലിപ്പോൾ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. അത് പല പെർസെൻറ്റേജ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. 16%, 10%, 7%, അങ്ങനെ പല പെർസെൻറ്റേജ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതലായിട്ട് നമ്മൾ സൈലൻട്രോ നീലിപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ബെനീവിയ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡാണ്. FMCയുടെ ബെനീവിയാണ് നമ്മൾ മാർക്കറ്റിൽ ഭയങ്കര ബൂമായിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ്. നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് തണ്ടുവരപ്പൻ പുഴുക്കൾക്കെതിരെ. അപ്പോൾ അതുകൂടാതെ സക്കിംഗ് പെസ്റ്റുകൾക്കെതിരെയും പാർഷ്യലി നമുക്ക് നല്ല കൺട്രോൾ നൽകുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് ബെനീവിയ. ഏലച്ചെടികളിൽ കണ്ടുവരുന്ന കറുത്ത ട്രിപ്സ് അതിന് അല്പം കൺട്രോൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഏലച്ചെടികളിൽ തെളിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു സക്കിംഗ് പെസ്റ്റുകൾക്കുള്ള ഒരു മരുന്ന് കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. തണ്ടുവരപ്പൻ പുഴുക്കൾക്കെതിരെ നല്ല കൺട്രോളാണ്. ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലാമിനാർ ആക്ഷനാണ്. ബ്ലൂ ട്രയാങ്കിളാണ് വരുന്നത്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ ഒരു 40 മില്ലി തൊട്ട് 60 മില്ലി വരെ ഏലച്ചെടികളിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. മറ്റേ പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്കൊരു 60 തൊട്ട് 90 മില്ലി വരെ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണ് അതിൻ്റെ ഡോസേജ് കമ്പനി റെക്കമെൻഡേഷൻ വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബാരൽ കോസ്റ്റ് നമുക്കൊരു 400 to 450 രൂപ വരെ ബാരൽ കോസ്റ്റ് വരുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് ബെനീവിയ എന്ന് പറയുന്നത്. നല്ല റിസൾട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ കൊറാജൻ്റെ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ വേനൽക്കാലങ്ങളിലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകുന്നത്. ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ നല്ല പ്രവർത്തനമായിരിക്കും മരുന്ന് കാഴ്ചവെക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ ഷൂട്ട് ഫ്ലൈ പോലുള്ള രോഗങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് വേനൽക്കാലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ഇൻസെക്ടിസൈഡാണ്. ബ്ലൂ ട്രയാങ്കിളാണ് വരുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കെമിക്കലിൻ്റെ വിശേഷം നിർത്തുകയാണ്. അടുത്ത കെമിക്കൽ നമുക്ക് നോക്കാം.
ഇതുകൂടെ നമ്മൾ പറയാൻ വിട്ട ഒരു കാര്യമാണ് 7% വരുന്ന സൈലന്റ് നീലിപ്പൂളിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിന് 50 മില്ലി വരെ ഉപയോഗിക്കാം. അതുപോലെ 16% വരുന്ന കോമ്പിനേഷന് നമുക്ക് 200 ലിറ്ററിന് 25 to 30 മില്ലിയും ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡോസേജ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബെയറിൻ്റെ വയോഗ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡാണ്. വയോഗയുടെ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടെട്രാനീലിപ്പോൾ എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ്. നമുക്ക് ഈ പോള് കാറ്റഗറിയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നേക്കുന്ന കോമ്പിനേഷനാണ്. ആദ്യം ക്ലോറൻട്രാനീലിപ്പോൾ വന്നു, അതും സൈലന്ത്രോനീലിപ്പോൾ വന്നു, അതിന് ശേഷം ടെട്രാനീലിപ്പോൾ വന്നു. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ടെട്രാനീലിപ്പോൾ. ടെട്രാനീലിപ്പോൾ ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡാണ്. ഇത് കൂടാതെ ബ്ലൂ ട്രയാങ്കിളിൽ വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ടെട്രാനീലിപ്പോളിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ടെട്രാനീലിപ്പോൾ 200 LG എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ വയോഗയ്ക്കകത്ത് 200 ഗ്രാം ടെട്രാനീലിപ്പോളിൻ്റെ പോയിസൺ ഉണ്ടാകുന്നതാണ്. അത്രയും പെർസെൻറ്റേജാണ് അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 200 ഗ്രാം ടെട്രാനീലിപ്പോൾ 1 ലിറ്റർ മരുന്നിനകത്ത്. അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് നമ്മുടെ ഏലച്ചെടികൾക്ക് നമുക്ക് 50 to 60 മില്ലി വരെ ഉപയോഗിക്കാം. മറ്റ് ഫീൽഡ് ക്രോപ്സുകൾക്ക് 80 മില്ലി വരെ ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു ബാരൽ കോസ്റ്റ് ആയിട്ട് ഒരു 700 രൂപ വരെ വില വരുന്ന ഒരു കോമ്പിനേഷനാണ്. ഒരു ബ്ലൂ ട്രയാങ്കിളിൽ വരുന്നതാണ്. സിസ്റ്റമിക് ആക്ഷനാണ്. പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തണ്ടുവരപ്പം കയറിയ സമയത്ത് ടെട്രാനീലിപ്പോൾ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പുഴി ചാകുമല്ല. നമ്മൾ ഇത് പ്രയോഗിച്ചതിന് ശേഷം വിഷം ഈ ഇൻസെക്റ്റുകൾ കയറ്റിയതിന് ശേഷം അതുകൾക്ക് ഒന്നും ഫീഡ് ചെയ്യാൻ കഴിയാതെ അവിടെ ഇരുന്ന് 1-2 ദിവസം കൊണ്ടാണ് ഇത് നശിച്ചു പോകുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ മുട്ടകളെ നശിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഇതിനും സക്കിംഗ് പെസ്റ്റുകൾക്കെതിരെ റിസൾട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ സക്കിംഗ് പെസ്റ്റുകൾക്കെതിരെയുള്ള ഇമിഡാക്ലോപ്രൈഡോ തൈമത്താക്സിലോപ്രൈഡോ അല്ലെങ്കിൽ ക്വിനാൽഫോസോ എങ്കിലും ചേർത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് ആ ഒരു മെത്തേഡ് നമുക്ക് കിട്ടും. പിന്നെ ടെട്രാനീലിപ്പോളിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ടെട്രാനീലിപ്പോൾ എപ്പോഴും ഭയങ്കര എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകുന്നത് വേനൽക്കാലങ്ങളിലാണ്. നല്ല വെയിലുള്ള സമയങ്ങളാണ് ഇവരുടെ പ്രവർത്തനം കൂടുതൽ. അതുകൊണ്ട് നമുക്ക് നല്ല വെയിലുള്ള സമയങ്ങളിൽ തണ്ടുവരപ്പനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. നല്ലൊരു കോമ്പിനേഷനാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. ടെട്രാനീലിപ്പോൾ എന്ന് പറയുന്ന കെമിക്കൽ 1 ലിറ്ററിൽ 200 ഗ്രാം ടെട്രാനീലിപ്പോളിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകും. പിന്നെ ഡോസേജ് 50 to 60 മില്ലി ഏലച്ചെടികൾക്ക് ഉപയോഗിക്കാം. ഫീൽഡ് ക്രോപ്സിനാണെങ്കിൽ 80 മില്ലി വരെ ഉപയോഗിക്കാം. ഒരു ബാരൽ കോസ്റ്റ് 700 രൂപ വരെ ആകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറഞ്ഞാൽ ബ്രൂഫിനോനിലോയിഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. ബ്രൂഫിനോനിലോയിഡ് 200 LG 300 LG SC ഫോർമുലേഷൻ വരുന്നൊരു കോമ്പിനേഷനാണ്. ഈ 200 LG 300 LG എന്ന് പറയുന്നത് അത് 1 ലിറ്ററിൽ വരുന്ന ഈ കെമിക്കലിൻ്റെ ഒരു അളവാണ്. 1 ലിറ്ററിൽ 300 ഗ്രാം ആണെങ്കിൽ 300 LG, 1 ലിറ്റർ 200 ഗ്രാമാണ് വരുന്നെങ്കിൽ കെമിക്കൽ 200 ഗ്രാമാണ് വരുന്നെങ്കിൽ 200 LG. അങ്ങനെയാണ് അത് കമ്പനി വീര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 വീര്യത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട്. 3 പ്രോഡക്റ്റാണ് കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. എൻഡോഫിലിൻ്റെ അലക്ടോ, PI ഇൻഡസ്ട്രീസിൻ്റെ ബ്രൂഫറിയ, BASFൻ്റെ എക്സ്പോണസ്. അങ്ങനെ 3 പ്രോഡക്റ്റാണ് അവൈലബിൾ ആകുന്നത്. അതിലേറ്റവും വീര്യം കൂടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് BASFൻ്റെ എക്സ്പോണസ് ആണ്. എക്സ്പോണസിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 8.5 മില്ലി തൊട്ട് 11 മില്ലി വരെയാണ്. അതേപോലെ എൻഡോഫിലിൻ്റെ അലക്ടോയും PIയുടെ ബ്രൂഫറിയയുടെയും ഡോസേജ് 11 തൊട്ട് 17 മില്ലി വരെയാണ്. അങ്ങനെയാണ് 200 ലിറ്ററാണ് ഈ ഡോസേജ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ കെമിക്കലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ ഏറ്റവും സേഫസ്റ്റ് കെമിക്കലാണ്. അതായത് വെയിറ്റിംഗ് പീരീഡ് വളരെ കുറവുള്ളൊരു കെമിക്കലാണ്. ഇനി ഇത് കമ്പനി അവകാശപ്പെടുന്നത് സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനോട് കൂടിയാണ് കമ്പനി ഇറക്കിയേക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് നമ്മളിത് പച്ചക്കറികളിലെ പഴവർഗ്ഗങ്ങളിലൊക്കെ തളിച്ചിട്ട് 1-2 ദിവസം കഴിഞ്ഞ് നമ്മളിത് പറിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു കെമിക്കൽ കണ്ടന്റ് ഇതിൽ കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അത്ര സേഫ് ആയിട്ടുള്ള കെമിക്കലാണെന്ന് കമ്പനി പറയുന്നത്. ഇതുകൂടാതെ വേനൽക്കാലങ്ങളിൽ നല്ല റിസൾട്ട് നൽകുന്നൊരു കോമ്പിനേഷനാണ്. നമുക്ക് തണ്ടുവരപ്പൻ പുഴുക്കൾക്കും സക്കിംഗ് പെസ്റ്റുകൾക്കും മൈറ്റ്സിനൊക്കെ എതിരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നൽകുന്നതാണ്. അങ്ങനെ ഒരു ഇതാണ്. ഇത് കൂടുതലായിട്ടും വേനൽക്കാലങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. ഇത്രയും വീര്യമുള്ള മരുന്നായതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഗ്രീൻ ട്രയാങ്കിളിൽ പെടുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. അതുകൂടാതെ സിസ്റ്റമിക് ആയിട്ട് ആക്ഷൻ തരുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. അങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്നത് പച്ചക്കറികളെ, പഴവർഗ്ഗങ്ങളെ ഇല്ലെങ്കിൽ ഏലക്ക പോലുള്ളതൊക്കെ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കെമിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ ഇതിൻ്റെ കണ്ടന്റ് കണ്ടെത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും നല്ലൊരു കെമിക്കലാണ്. പിന്നെ ഇത്രയൊക്കെ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അല്പം ബാരൽ കോസ്റ്റ് കൂടുതലുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്. നമുക്കൊരു ബാരലിന് 650 തൊട്ട് 700-750 രൂപ വരെ അതിൻ്റെ ഡോസേജ് അനുസരിച്ച് ബാരൽ കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറഞ്ഞു ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് എക്സ്പോണസിന് 8 തൊട്ട് 11 മില്ലി വരെയും അലക്ടോയ്ക്കും ബ്രൂഫറിയയ്ക്കും അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 11 തൊട്ട് 17 മില്ലി വരെയും ഡോസേജാണ് വരുന്നത്.
നല്ല പ്രോഡക്റ്റുകളാണ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ കൂടെ മറ്റ് ഫംഗിസൈഡുകളോ മൈക്രോ ന്യൂട്രിയൻസോ ഫെർട്ടിലൈസറോ ടോണിക്കുകളോ ഒന്നും കൂട്ടി ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഇത് തനിയെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും റിസൾട്ടായിട്ട് കണ്ടുവരുന്നത്. അപ്പം ഇത് തനിയെ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. തണ്ടുവരപ്പം പുഴുക്കൾക്കും സക്കിംഗ് പെസ്റ്റുകൾക്കെതിരെയും മൈറ്റ്സിനെതിരെ നല്ല റിസൾട്ടാണ്. ഇത് കൂടാതെ ഇതിനകത്ത് ഫൈറ്റോട്ടോണിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ലൊരു തെളിച്ചും ശരമൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ വേനൽക്കാലങ്ങളിൽ തണ്ടുവരപ്പം കൺട്രോൾ ആകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നല്ലപോലെ പുഴു കയറിയതിന് ശേഷം നമ്മളത് മേടിച്ചടിച്ച് കഴിയുമ്പോഴത്തേക്ക് 2-3 ദിവസത്തേക്ക് പുഴു ചാകാത്ത പോലെ നമുക്ക് തോന്നും. പക്ഷേ അത് ചാകത്തില്ലെങ്കിലും ആ പുഴു നമ്മുടെ ചെടിയെ ആക്രമിക്കത്തില്ല. അതിന് ഒന്നും ഫുഡ് എടുക്കാൻ കഴിയാതെ കുറച്ച് ദിവസം ചെടിയിൽ ഇരുന്നതിന് ശേഷമേ അത് ചത്തുപോകുള്ളൂ. അപ്പോൾ നമ്മളിത് റിസൾട്ട് ഇല്ലെന്ന് ആരും പെട്ടെന്ന് അടിച്ചു നോക്കിയിട്ട് പറയരുത്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിങ്. അതൊക്കെയാണ് നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് അളന്നെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ബോട്ടിലാണ്, വായുഗുളിക പോലെ കുപ്പി പോലെ ചെറിയ കുപ്പികളാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് അളന്നെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഡോസേജിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനുള്ള വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് അളന്നെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. SC ഫോർമുലേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള സൊല്യൂഷൻ ആയതുകൊണ്ട് ഇത് ഒഴിച്ച് അളന്നെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അളന്നെടുക്കുന്നതിന് തീർച്ചയായിട്ടും വെള്ളത്തിൽ മിക്സ് ചെയ്ത് അളന്നെടുക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത കെമിക്കൽ ഏതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറയുന്നത് സ്പൈനോട്ടോറ 11.7% SC ഫോർമുലേഷൻ ഉള്ള ഒരു കോമ്പിനേഷനാണ്. അത് ടാറ്റയുടെ സബ്മിറ്റ്, ഡവിൻ്റെ ഡെലിഗേറ്റ്, ഇതൊക്കെയാണ് മാർക്കറ്റിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതിന് ശേഷം പല കമ്പനികളും ഇപ്പോൾ ഈ കോമ്പിനേഷൻ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ മാർക്കറ്റിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 2 കോമ്പിനേഷനാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്, സബ്മിറ്റും ഡെലിഗേറ്റും. ബാക്കിയുള്ള കമ്പനികളിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ്. നല്ല റിസൾട്ടുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷനാണ്. നമ്മൾ കെമിക്കലിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. സ്പൈനോട്ടോറ എന്ന് പറഞ്ഞ കെമിക്കൽ. സ്പൈനോട്ടോറ നമ്മൾ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് തണ്ടുവരപ്പം പുഴുക്കള്, ചൊറിപ്പേന, മൈറ്റ്സ് പോലുള്ള ജീവികൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകുന്നതാണ്. നമുക്ക് ലോങ് ഡ്യൂറേഷൻ റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷനാണ് സ്പൈനോട്ടോറ. സ്പൈനോട്ടോറ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചെടിയിൽ നല്ല പച്ച കളറും നല്ല തെളിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ഫൈറ്റോട്ടോണിക് എഫക്റ്റിന്റെ ഒരു സാന്നിധ്യമാണ്. നമ്മുടെ ചെടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെടിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ അഡീഷണലി കെമിക്കലിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം നല്ല ലോങ് ഡ്യൂറേഷനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ സ്പൈനോട്ടോറാമിന്റെ വില നമുക്കറിയാം, അത്യാവശ്യം ഒരു 600 രൂപ 650 രൂപ ബാരൽ കോസ്റ്റ് വരുന്ന ഒരു കോമ്പിനേഷനാണ്. പല കമ്പനികളിലും അതിൻ്റെ ഇപ്പോൾ വിലയിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഒത്തിരി കമ്പനികൾ ഇറക്കുന്നുണ്ട്. അത് നമുക്ക് അവരവർക്ക് ഇഷ്ടമുള്ള കമ്പനികളിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാം. നല്ല റിസൾട്ടാണ്. വേനൽക്കാലങ്ങളാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നത് സ്പൈനോട്ടോറ. ഇതിൻ്റെ ഡോസേജ് 60 മില്ലിയാണ് 200 ലിറ്റർ ഡോസേജ് വരുന്നത്. അത് നമുക്ക് SC ഫോർമുലേഷൻ ഉണ്ട്, വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് തന്നെ ഉപയോഗിക്കും. ഒരിക്കലും ഈ SC ഫോർമുലേഷൻ വരുന്ന കോമ്പിനേഷനുകൾ നമ്മൾ അളന്നെടുത്ത് ബാരലിലോട്ട് ഡയറക്റ്റ് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള സൊല്യൂഷൻ ആയതുകൊണ്ട് ദൂർന്ന് പോയി ബാരലിന് അടിവശങ്ങളിൽ ഒട്ടിയിരുന്ന് നല്ല രീതിയിൽ മിക്സ് ആകാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ 60 മില്ലി അളന്നെടുക്കുക, ഒരു 5 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കിയെടുത്തതിന് ശേഷം 200 ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് ശരിക്കും വരുന്നത്. അങ്ങനെ ഉപയോഗിക്കുക. പിന്നെ ഇതൊരു ഗ്രീൻ ട്രയാങ്കിൾ മരുന്നെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഗ്രീൻ ട്രയാങ്കിൾ മരുന്നുകളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിലെ കാപിടുത്തത്തിൽ അല്പം വിമുഖത കാണിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതൊരു സയന്റിഫിക് ആയിട്ടൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല, ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വീര്യം കൂടിയ മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. വേനൽക്കാലങ്ങളിൽ മാത്രം നമുക്ക് ഇങ്ങനെയുള്ള കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് അതിനുശേഷം മഴക്കാലങ്ങളായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അല്പം കൂടെ സിസ്റ്റമിക് അല്ലാത്തതായിട്ടുള്ള ക്യൂനാൽഫോസ് പോലുള്ള കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്പം നല്ലതായിരിക്കും. ഇത് ശരിക്കും വേനൽക്കാലങ്ങളിൽ നല്ല എഫക്റ്റ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സ്പൈനോട്ടോറ എന്ന് പറയുന്ന കെമിക്കൽ. അപ്പോൾ സ്പൈനോട്ടോറാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമുക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ സ്പൈനോട്ടോറാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇത്രയൊക്കെ പറഞ്ഞു നമ്മൾ ഈ അടുത്ത കെമിക്കലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സിഞ്ചറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചിങ്ങിൽ ഒന്നായിട്ടുള്ള സിമോഡിസ് എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ സിമോഡിസിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സൈക്ലോസിസ് സീറം 10% വരുന്നത്. സൈക്ലോസിസ് സീറം ഒരു കോണ്ടാക്ട് ആൻഡ് ട്രാൻസ്ലാമിനാർ ആക്ഷൻ വരുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ നമ്മൾ സൈക്ലോസിസ് സീറം ഏലച്ചെടികൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 200 ലിറ്ററിന് 80 മില്ലിയാണ് ഡോസേജ് റെക്കമെൻഡേഷൻ വരുന്നത്. ഇതുകൂടാതെ ഫീൽഡ് ക്രോപ്സിന് ഉപയോഗിക്കുമ്പോൾ 80 തൊട്ട് 120 മില്ലി വരെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഡോസേജ് വരുന്നത്. അപ്പം ഏലച്ചെടികൾക്ക് 80 മില്ലി നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. കമ്പനി പറയുന്നത് ഈ ഒരു പ്ലാന്റിന് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ നൽകുന്നത്. അതായത് തണ്ടുവരപ്പം പുഴുക്കൾ, ഇല തിന്നുന്ന പുഴുക്കൾ, സക്കിംഗ് പെസ്റ്റുകൾ, അതേപോലെ മൈറ്റ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജീവികൾക്കെതിരെ നല്ല റിസൾട്ട് നൽകുന്നതാണ് പറയുന്നത്. പിന്നെ ഇതിനൊരു ബാരൽ കോസ്റ്റ് നമുക്കൊരു അല്പം വില കൂടിയൊരു മരുന്നാണ്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അല്പം വില കൂടിയ കോമ്പിനേഷൻ കൂടിയാണ്. നമുക്ക് ഒരു ബാരലിന് 750 തൊട്ട് 800 രൂപ വരെ ബാരൽ കോസ്റ്റ് വരുന്ന പ്രോഡക്റ്റാണ്.
അപ്പം ഇതൊക്കെയാണ് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതൊരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. സൈക്ലോസിസിറം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെടിക്ക് നല്ലൊരു പച്ച കളറും ഒരു ഫ്ലവറിങ്ങും ഒരു ഗ്രോത്തൊക്കെ കണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗ്രോത്ത് പ്രൊമോട്ടറായിട്ടും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെടിയിലെ എല്ലാ തരത്തിലുള്ള റിസൾട്ടും നൽകുന്ന ഒരു കോമ്പിനേഷനാണ് ഈ സൈക്ലോസിസിറം എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമുക്കറിയാം അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനിയിൽ നിന്ന് വന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് മാത്രമാണ് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ട്. വേനൽക്കാലങ്ങളിൽ തണ്ടുവരപ്പ് പുഴുക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് കൂടിയ ഒരു കെമിക്കൽ കോമ്പിനേഷൻ കൂടെ സിഞ്ചൻടെക് അവൈലബിൾ ആണ്. അപ്പോൾ സൈക്ലോസിസിറം എന്ന് പറയുന്ന കെമിക്കൽ കൂടുതലായിട്ട് സിഞ്ചൻടെക്കാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇത്രയൊക്കെ നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത കെമിക്കൽ ഏതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന IALൻ്റെ ഷിൻവ അല്ലെങ്കിൽ ഗോദ്രേജിൻ്റെ ഗ്രേസിയ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലുക്സാമെറ്റാമൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ്. 10 EC വരുന്നൊരു കോമ്പിനേഷനാണ്. നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് ഫ്ലുക്സാമെറ്റാമൈഡ്. ഇത് ശരിക്കും ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് റീപാക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഫ്ലുക്സാമെറ്റാമൈഡ് എന്ന് പറഞ്ഞാൽ. നല്ല അടിപൊളി റിസൾട്ടുള്ള കോമ്പിനേഷനാണ്. തണ്ടുവരപ്പം പുഴു, ചൊറിപ്പേന്, അതുപോലെ സക്കിൻ പെസ്റ്റുകൾ എല്ലാത്തിനും, പിന്നെ ഇലകൾ തിന്നുന്ന പുഴുക്കൾ, അതിൻ്റെ അഡൽട്ട്, അതേപോലെ മൈറ്റ്സ് പോലുള്ള ജീവികൾക്കെല്ലാം ഇതിന് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ്. ജപ്പാനിലെ നിസാൻ കെമിക്കൽസ് എന്ന് പറയുന്ന വലിയ ബ്രാൻഡുമായിട്ട് കൊളാബറേഷനിൽ ഇന്ത്യയിലെ IALലും ഗോദ്രേജൊക്കെ ഇറക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഒക്കെ ഉള്ള കെമിക്കലാണ്. നല്ല കെമിക്കലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അതിൻ്റെ ഒരു വില തന്നെയാണ്. നമുക്കൊരു ബാരൽ കോസ്റ്റ് 900 തൊട്ട് 1000 രൂപ വരെയൊക്കെ ബാരൽ കോസ്റ്റ് വരുന്ന കോമ്പിനേഷനാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ആണെങ്കിലും നല്ലൊരു ബാരൽ കോസ്റ്റ് കൊണ്ട് നമുക്ക് ഏലകൃഷിക്ക് അത്ര വൈഡായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കോമ്പിനേഷനല്ല. വേനൽക്കാലങ്ങളിലൊക്കെ തണ്ടുവരപ്പം പുഴുക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ഏലകൃഷിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളങ്ങ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 100 മില്ലി വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇടിവെട്ട് കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈനോട്ടോറം പ്ലസ് മിതോക്സിസ് ഫെനോസാഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. അടിപൊളി ഒരു കോമ്പിനേഷനാണ്. കോർട്ടിവയുടെ എൻഗേജ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. നമുക്കറിയാം സ്പൈനോട്ടോറ 5.6%, മിതോക്സിസ് ഫെനോസാഡ് 28.3% ആണ് ഇതിനകത്ത് വരുന്നത്. അടിപൊളി റിസൾട്ടാണ്. നമുക്ക് വേനൽക്കാലങ്ങളിൽ തണ്ടുവരപ്പം പുഴുക്കൾക്ക്, ചൊറി, മൈറ്റ്സ് ഇങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നമുക്കൊരു ബാരൽ കോസ്റ്റ് 600 രൂപ 650 രൂപ ബാരൽ കോസ്റ്റ് വരികയും ചെയ്യും. മറ്റ് സക്കിൻ പെസ്റ്റുകൾക്കുള്ള മരുന്നൊന്നും ചേർക്കേണ്ട, നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ്. വേനൽക്കാലങ്ങളിൽ ശരം അടിച്ചു വരുന്നവർക്ക് ശരം കുത്തിപ്പോകുന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നത്. അങ്ങനെയുള്ളതിനൊക്കെ അടിപൊളി റിസൾട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെടിക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു തെളിച്ചമൊക്കെ ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ഈ സ്പൈനോട്ടോറത്തിൻ്റെ ഒരു എഫക്റ്റാണ്. അപ്പം നല്ല പ്രോഡക്റ്റാണ്. എല്ലാ തരത്തിലുള്ള സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും നമ്മളെ ഏലകൃഷിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 80 മില്ലിയാണ് 200 ലിറ്ററിന് റെക്കമെൻഡ് ഡോസേജ് ആയിട്ട് പറയുന്നത്. ഏലകൃഷിക്ക് 80 മില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഫീൽഡ് ക്രോപ്സിന് പൊതുവെ ഇച്ചിരി ഡോസേജ് കൂടുതലായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ഇതാണ്. ഏതൊരു നല്ല ചൂടുള്ള കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നല്ല കോമ്പിനേഷൻ. അതാണ് എൻഗേജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടന്റ് നമ്മൾ പറഞ്ഞു മിതോക്സിസ് ഫെനോസാഡും അതേപോലെ തന്നെ സ്പൈനോട്ടോറാമുമാണ്. വേനൽക്കാലങ്ങളിൽ ശരം ഉണ്ടായി വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കോമ്പിനേഷനാണ്. ആ ശരത്തിൻ്റെ തെളിച്ചിലോ ആ ചെടിയുടെ ഫ്രഷ്നെസ് ഒക്കെ കണ്ടറിയാൻ പറ്റും നമുക്ക്. ഈ കെമിക്കലിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത കെമിക്കൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് സിഞ്ചൻഡയുടെ മിനെക്ടോ എക്സ്ട്രാ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൈലന്ത്രിപ്പോളും ലുഫിനറോൺ എന്ന് പറയുന്ന കെമിക്കലും കൂടെയാണ്. നല്ല അടിപൊളി ഇൻസെക്ടിസൈഡാണ്. നല്ല റിസൾട്ടുള്ളതാണ്. നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ സൈലന്ത്രിപ്പോളിനും ലുഫിനറോണിനും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് ഇതാണ്. 16% വെച്ച് വരുന്നതാണ്. SC ഫോർമുലേഷൻ വരുന്ന ഒരു കോമ്പിനേഷനാണ്. ബ്ലൂ ട്രയാങ്കിൾ ആണ്. അടിപൊളി റിസൾട്ടാണ്. നമുക്ക് ഇത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന തണ്ടുതുരപ്പം പുഴുക്കൾ, അതേപോലെ ഇല തിന്നുന്ന പുഴുക്കൾ, പിന്നെ ഇതിൻ്റെ അഡൽട്ട് അങ്ങനെയുള്ള ഇതിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സക്കിൻ പെസ്റ്റുകൾക്കെതിരെ ഈ പറയുന്ന വലിയ റിസൾട്ടൊന്നുമില്ല. പാർഷ്യലി നമുക്ക് റിസൾട്ട് ഉണ്ട്. എന്നാലും നമ്മൾ വേനൽക്കാലങ്ങളിൽ മിനിക്ടോ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടെ ഒരു മിഡായോ തൈമത്താക്സോ എന്തെങ്കിലും കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 25 തൊട്ട് 30 മില്ലി വരെയാണ് നമ്മളതിൻ്റെ ഡോസേജ് പറയുന്നത്. അപ്പോൾ അല്പം വില കൂടിയ കെമിക്കൽ തന്നെയാണ്. നമുക്കറിയാം ഒരു 650 രൂപ ബാരൽ കോസ്റ്റ് വരുന്ന പോലത്തെ ഒരു ഏകദേശം ആ ഒരു മുടക്ക് വരും നമുക്ക് ബാരലിന്. നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതൊക്കെ നമുക്ക് വേനൽക്കാലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഏറ്റവും ചൂടുള്ള കാലാവസ്ഥയിൽ ഏറ്റവും റിസൾട്ട് നൽകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. മിനിക്ടോയിലകത്ത് വരുന്ന മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള സൈലന്ത്രിപ്പോൾ എപ്പോഴും ചൂട് കൂടിയ കാലാവസ്ഥയിലാണ് കൂടുതലായിട്ട് വർക്കിംഗ് ചെയ്യുന്നത്.
അപ്പോൾ നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പം മിനിക്ടോയ്ക്ക് വരുന്ന വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഏലച്ചെടികളിൽ കണ്ടുവരുന്ന ഷൂട്ട് ഫ്ലൈ എന്ന് പറയുന്ന രോഗത്തിന് നല്ല റിസൾട്ടാണ്. നമ്മുടെ കൂമ്പ് തിന്ന് ഇളഞ്ചിമ്പുകളിൽ നോക്കിക്കുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല. എന്നാൽ അതിൻ്റെ കൂമ്പ് കരിഞ്ഞു വരുന്നതായിട്ട് കാണുമ്പോൾ നമ്മൾ ചിമ്പ് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ധാരാളം പുഴുക്കൾ, വെള്ള കളർ ചെറിയ പുഴുക്കളെ നമുക്ക് കാണാൻ കഴിയും. നമുക്കത് ഷോർട്ട് ഫ്ലൈയുടെ മുട്ട, അത് ചിമ്പടിച്ച് വരുന്ന സമയത്ത് ഷോർട്ട് ഫ്ലൈയുടെ ഈച്ച അതിൻ്റെ കൂമ്പിൽ മുട്ട ഇട്ടിട്ട് ഇതിൻ്റെ വളർച്ചയിൽ മുട്ട ഉള്ളിലോട്ട് പോവുകയും അകത്തിരുന്ന് വിരിഞ്ഞ് അതിൻ്റെ നാമ്പുകളെല്ലാം തിന്ന് പുഴു വെളിയിലോട്ട് വരുന്നൊരു പ്രതിഭാസമാണ്. ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിക്ക് നമുക്ക് ഏറ്റവും നല്ലപോലെ കൊടുക്കാൻ കഴിയുന്നതാണ് ടെട്രാനമി പോള്, അതേപോലെ സൈലൻത്രി പോള്, ക്ലോറൻട്രാ നെല്ലിപ്പോള്, അങ്ങനെ 3 പോള് ഗണത്തിൽ വരുന്ന 3 ഇൻസെക്ടിസൈഡുകൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതിന്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഈ മിനിക്ടോ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഈ കെമിക്കലിനെ കുറിച്ച് നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത കെമിക്കൽ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സ്പിനോസാഡ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. സ്പിനോസാഡ് എന്ന് പറയുന്ന കെമിക്കൽ ഡൗ എന്ന് പറയുന്ന കമ്പനിയാണ് കൂടുതലായിട്ട് ഇറക്കുന്നത്. അത് 2 കോമ്പിനേഷനിൽ അവർ ഇറക്കുന്നുണ്ട്. 2.5-ൻ്റെയും 45% SC ഫോർമുലേഷൻ 2 കോമ്പിനേഷനാണ് അന്ന് വരുന്നത്. 45% SC ഫോർമുലേഷൻ വരുന്നത് ട്രൈസറും 2.5% വരുന്നത് സക്സസ് എന്ന് പറഞ്ഞാണ് ഇറക്കുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന സക്സസ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ട്രൈസറിന് പൊതുവെ വില കൂടുതലായതുകൊണ്ട് നമ്മൾ സക്സസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. സക്സസ് അടിപൊളി ഇൻസെക്ടിസൈഡാണ്. സാരമൊക്കെ തെളിഞ്ഞ് വരാനും ചെടിക്കൊരു ഫ്രഷ്നെസ്സിനും ഒക്കെ. അതുകൂടാതെ ഇതൊരു ബയോളജിക്കൽ ഇൻസെക്ടിസൈഡ് ആണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ്. ഗ്രീൻ ട്രയാങ്കിളാണ്. ഏലച്ചെടികളിലെ ശരത്തിൻ്റെ പോള പൊളിഞ്ഞു വരാത്തൊരു സമയങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ സ്പിനോസാഡ്. നല്ല കോമ്പിനേഷനാണ്. തണ്ടുവരപ്പൻ പുഴുക്കൾക്കും ചോറിപ്പേനും ഒക്കെ എതിരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ സ്പിനോസാഡിൻ്റെ 2.5%-ൻ്റെ ഒരു ലിറ്ററിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് 2000 രൂപയ്ക്ക് മേലോട്ടൊരു വിലയാണ്. നമുക്ക് ബാറിലിന് ഒരു 400 to 450 രൂപ ബാരൽ കോസ്റ്റ് വരുന്നൊരു കോമ്പിനേഷനാണ്. 200 മില്ലി ഡോസേജാണ്. എന്നാൽ ട്രൈസറിനെ നോക്കുമ്പോൾ ട്രൈസർ 45% ആണ്. അത് അല്പം വില കൂടിയ കോമ്പിനേഷനാണ്. അതൊരു 75 മില്ലിക്ക് 1500 രൂപയ്ക്ക് മേലോട്ടൊരു വിലയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഫീൽഡ് ക്രോപ്സിനൊക്കെ പറയുന്ന ഡോസേജ് എന്ന് പറയുന്നത് 80 മില്ലി വരെയാണ്. നമുക്ക് ഏലകൃഷിക്ക് അത്രയൊന്നും വേണ്ട, 40 മില്ലി വരെയെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ബാരൽ കോസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏലകൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്പിനോസാഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സക്സസ് ആണ്. സക്സസ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 400 to 450 രൂപയ്ക്കുള്ളിൽ നമുക്ക് ബാരൽ കോസ്റ്റ് നിൽക്കും. ഈ ട്രൈസറും സക്സസും നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. ട്രൈസറിന് പൊതുവെ ഇച്ചിരി വിലക്കുള്ള തന്നെയാണ് നമ്മൾ സക്സസിൻ്റെ കാര്യം പറഞ്ഞാൽ. സക്സസിന് നമുക്ക് ബാരൽ കോസ്റ്റ് വലിയ അമിതമായിട്ടുള്ള കോസ്റ്റ് ഒന്നും വരുന്നില്ല. നല്ലൊരു കോമ്പിനേഷനാണ്. സാരമൊക്കെ തെളിഞ്ഞു വരാനായിട്ട് നമുക്ക് ജൂൺ മാസം ആദ്യ സമയങ്ങളിലൊക്കെ കൊടുക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത്രയൊക്കെയാണ് കെമിക്കലിനെ കുറിച്ച് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറഞ്ഞാൽ ലൂഫിനറോൺ 5.4% ആണ്. എന്നാൽ ലൂനോക്സ്, സിഗ്ന എന്നൊക്കെ പറയുന്ന കോമ്പിനേഷനാണ് ഇത് വരുന്നത്. നമുക്ക് ഏലച്ചെടികളിൽ വളരെ വിരളമായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു കോമ്പിനേഷനാണ്. ഇത് കൂടാതെ സൈലൻത്രി നീരിപ്പോളിൻ്റെ കൂടെ ഈ ലൂഫിനറോൺ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത്. ഇത് ഈസി ഫോർമുലേഷൻ വരുന്നൊരു കോമ്പിനേഷൻ. നമ്മളിന്ന് ഈ ന്യൂ ജനറേഷൻ കെമിക്കലിൽ ഈസി ഫോർമുലേഷൻ വളരെ കുറവാണ്. അങ്ങനെ ഒരു ഈസി ഫോർമുലേഷൻ ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 200 to 250 മില്ലി വരെ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡോസേജ് വരുന്നത്. നമുക്കൊരു ലിറ്ററിന് ഒരു 900 രൂപ 1000 രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ്. ബ്ലൂ ട്രയാങ്കിളാണ്. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും തണ്ടുവരപ്പൻ പുഴുക്കൾ, കായ്ത്തുരപ്പൻ പുഴുക്കൾ, അങ്ങനെയുള്ള പുഴുക്കൾക്കെതിരെയാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കേൾക്കുന്നത്. സക്കിൻ പെസ്റ്റുകൾക്കെതിരെ വളരെ റിസൾട്ട് കുറവുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ നമ്മൾ സക്കിൻ പെസ്റ്റുകൾക്കുള്ള മരുന്നുകൾ കൂട്ടി ഉപയോഗിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ലൂഫിനറോൺ എന്ന് പറയുന്ന കെമിക്കൽ തന്നെ മാർക്കറ്റിൽ വളരെ റെയർ ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. നമുക്ക് സിഞ്ചൻ്റെയൊക്കെ മിൻറ്റോസ്ട്ര എന്ന് പറയുന്ന കോമ്പിനേഷൻ സൈലൻത്രി നീരിപ്പോൾ പ്ലസ് ലൂഫിനറോൺ എന്ന് പറയുന്ന കെമിക്കലാണ്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. ഇത് പച്ചക്കറി കൃഷികൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക. നമ്മളെ കായ്ത്തുരപ്പൻ പുഴുക്കൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നൽകുന്നതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതലും മാർക്കറ്റിൽ നമ്മൾ പച്ചക്കറി കൃഷികൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ കെമിക്കലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് വേണ്ടി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളിലോട്ട് എത്തും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.